ഒരു കമൻറ്റും ഉണ്ടോ, എന്തിനേറെ പറയുന്നു ഒരു ലൈക്ക് കൊണ്ട് പോലും എന്നെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കാത്ത എത്രയോ നല്ല മനസ്സുകളാണ് എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. ഈ കാര്യം ഞാൻ മനസ്സിലായത് ഈ ഒരു ഗോവ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ. കാരണം ഇപ്പം എന്നെ കാണുമ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ആ ഗോവ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നോ, പാക്കേജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചു നീ ഇപ്പോഴും ഗോവയിലായിരിക്കുമെന്ന്. ഗോവയൊക്കെ അടിച്ചു പൊളിച്ചോ, വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നീയൊക്കെ വീഡിയോ കാണുന്നുണ്ട്, എന്നിട്ടാണ് ഒരു ലൈക്ക് പോലും തരാതെ സ്ക്രോൾ ചെയ്ത് അങ്ങ് പോകുന്നതല്ലേ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അവിടെ, ഒരു ലൈക്കൊക്കെ അങ്ങ് അടിച്ചിട്ട് പോയിക്കൂടെ? ഇത് ലാസ്റ്റ് സപ്പറ, നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. അതെ, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് സപ്പറായിരുന്നേ ഗോവയിലുള്ളത്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബാഗ ബീച്ചിലോട്ട് പോയി. ഗോവ എന്ന് പറയുമ്പോൾ തന്നെ കുറേ പേര് ചോദിക്കുന്നത് ബാഗ ബീച്ചിൽ പോയായിരുന്നു എന്നാണ് കേട്ടോ. യെസ്, ഞങ്ങളും ബാഗ ബീച്ചിലെത്തി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ബീച്ചിലേക്ക് പോയി. ഒരുപാട് കടകളും പബ്ബും പാർട്ടിയും ലിക്കർ ഷോപ്സും ഒക്കെ അവൈലബിൾ ആയ സ്ഥലമാണ് ഈ ബീച്ചസ്. പക്ഷേ ഇതിൻ്റെയൊക്കെ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ വരണം കേട്ടോ. ഇതെല്ലാം ഓരോരോ ഷോപ്പാണ്. സോ ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ നടന്നു. ചില ഷോപ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ DJ പാർട്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ടു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നേ. ഈ ബാഗ ബീച്ച് കാണുമ്പം എനിക്ക് പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയായിരുന്നു. പണ്ട് ഞങ്ങളിങ്ങനെ ഐവിക്ക് വന്നിട്ട് ബാഗ ബീച്ച് കാണാൻ വന്ന സമയത്ത് ഞാൻ എൻ്റെ ചെരുപ്പ് കരയിലിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഈ കടലിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എൻ്റെ ചെരുപ്പ് കാണാനില്ല. ഇതിന് ഇടയ്ക്ക് ഒരു 3 പേര്, ഒരു അമ്മയും 2 പെൺപിള്ളേരും വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ കിടന്ന ബാൻഡൊക്കെ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ പാവമല്ലേ എന്ന് കരുതി അവരൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം അവരെടുത്തോണ്ട് പോയതാ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവർ തന്നെ തിരിച്ചു കൊണ്ട് ഞങ്ങൾക്ക് ആ ചെരുപ്പൊക്കെ തന്നു. അങ്ങനെ രസകരമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കാൻ നോക്കിയെങ്കിലും ലൈറ്റിൻ്റെ അതിപ്രസരം കാരണം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. സോ നിരാശരായി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ മടങ്ങുകയാണ് സുഹൃത്തുക്കളെ.